കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ വനമേഖലയിൽ കുടുങ്ങിയ ഒറ്റപ്പെട്ട കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണി എന്ന യുവതിയുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പരിശോധിച്ചതാണ്. ഏറെ ചർച്ചയായതാണ്. 4 ദിവസം കുടക് വനത്തിൽ കഴിഞ്ഞ അനുഭവം വിവരിക്കുകയാണ് നാദാപുരം സ്വദേശിനി ശരണ്യ. വെള്ളം മാത്രം കുടിച്ചാണ് 4 ദിവസം കഴിഞ്ഞത്. ഒറ്റപ്പെട്ടെങ്കിലും കാര്യമായ ഭയം മനസ്സിലുണ്ടായില്ല. ഡ്രോണുകളടക്കം തിരച്ചിലിനെത്തിയാൽ ശ്രദ്ധയിൽപ്പെടാനാണ് പാറയുടെ പുറത്തിരുന്നത്. ഇടവേളകളിൽ ഉച്ചത്തിൽ കൂവി ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ കൂവി നോക്കിയപ്പോൾ തിരിച്ചു കൂവിയതാണ് രക്ഷാസംഘത്തെ കണ്ടുമുട്ടാൻ സഹായകമായതെന്നും യുവതി ന്യൂസ് 18 പറഞ്ഞു. കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി, വന്യജീവികൾ വിഹരിക്കുന്ന കൊടും കാട്, അതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു യുവതിയുണ്ട്. കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ കാത്തിരുന്ന ശരണ്യ. പക്ഷേ ശരണ്യ ഇപ്പോൾ സൂപ്പർ ശരണ്യയായി മാറിയിരിക്കുകയാണ്. എന്താണ് ശരിക്കും അവിടെ കാട്ടിൽ സംഭവിച്ചത്? കുറേയൊക്കെ നടന്നു നോക്കി, ഏകദേശം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് നടന്നു നോക്കി. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും നെറ്റ്വർക്ക് ചെറുതായിട്ട് വന്നപ്പോൾ എൻ്റെ ഹോം സ്റ്റേ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വഴി തെറ്റിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റിലൊന്ന് ഇൻഫോം ചെയ്യണമെന്ന്. പക്ഷെ ആളത് കറക്റ്റായിട്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ചെക്ക് പോസ്റ്റിൽ എത്തിയാൽ വിളിക്കാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്യായിരുന്നു. ഇവരുടെ ഒരു ആരണ്യ സംതിങ് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ട്രക്കിംഗ് ഒക്കെ. അപ്പം അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എടുത്ത് വിളിക്കുക, എൻ്റെ ഇത് ലോസായി എന്ന് പറഞ്ഞിട്ട്. അത് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുമ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ല, സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്താലേ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ നടക്കുമായിരുന്നു. എപ്പോഴാണ് അവിടെ കുടകിൽ ചെന്നത്? ഇപ്പോൾ ഒറ്റയ്ക്കൊന്നും അകത്തേക്ക് കടത്തി വിടില്ല അല്ലേ, ഒരു ഗ്രൂപ്പായി കടത്തി വിടുള്ളൂ. നിങ്ങൾ എത്ര പേരുള്ള സംഘമായിരുന്നു? ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞാൻ കയറുമ്പം ഒരു 6 പേരുടെ ഗ്രൂപ്പും ഞാനും പിന്നെ ഒരു 3 പേരുടെ ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേര് പിന്നെ എപ്പോഴും കയറിയെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണോ കയറിക്കൊണ്ടിരുന്നത് അതോ എപ്പോഴും ഗ്രൂപ്പായിട്ടാണോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? അതെങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയത് ഏത് സാഹചര്യത്തിലായിരുന്നു? അല്ല, അവർ ആദ്യം ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഒരു ടൈമിൽ മീൻസ് ഇപ്പം 8 o'clock വിടുമെന്ന് പറഞ്ഞിട്ട് വന്നവരെല്ലാവരെയും ഇവിടെ ഇരുത്തിയിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഇത് മേലെത്തിയ ശേഷം ഇറങ്ങുന്നതാണ്. അപ്പം പീക്കിലെത്തിയാൽ ചിലർ കുറേ നേരം അവിടെ നിൽക്കും, കുറച്ച് നേരം പെട്ടെന്ന് ഇറങ്ങുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് വഴി തെറ്റിയത്. എത്ര നേരം എടുത്ത് പീക്കിലെത്താൻ? ശരിക്കും ചെറിയ ടൈമേ ഉള്ളൂ, 2 hours ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ ഗ്യാസ് ഉണ്ടോ അതോ ഫുഡ്, വെള്ളം, അങ്ങനെ മറ്റു സാമഗ്രികളുണ്ടോ അതോ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണോ പോകുന്നത്? അല്ല, ഇത് ചെറിയ ട്രക്കായ കാരണം ഞാൻ പവർ ബാങ്ക് ഒന്നും കരുതിയില്ല. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, ഒരു പഴം ഉണ്ടായിരുന്നു, ഒരു 500 ml വെള്ളം ഉണ്ടായിരുന്നു. ഇത്ര സാമഗ്രികൾ മാത്രമേ കയ്യിലുണ്ടാവും. പിന്നെ ID കാർഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ. സാധാരണ നമ്മൾ ഈ കുറച്ച് ദീർഘയാത്രയ്ക്ക് പോകുമ്പം പവർ ബാങ്കും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ കരുതാറുണ്ട് അല്ലേ? അതെ, സാധാരണ ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോഴും എടുക്കാറുണ്ട്. ഇത് വളരെ ചെറിയ ട്രക്കാണ്, 12 മണിയാകുമ്പോഴേക്ക് താഴെ എത്താം എന്നുള്ളതുകൊണ്ടാണ് ഒന്നും എടുക്കാറുള്ളത്. എപ്പോഴാണ് ശരിക്കും വഴി തെറ്റിയത്? എങ്ങനെ ഒരു നായെ കണ്ട് നിൽക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതോ എങ്ങനെയാണ് വഴി തെറ്റി? ഈ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് പിരിഞ്ഞത് ശരിക്കും? പീക്കിൽ നിന്ന് ഒരു 2 ടേണൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടേണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 പേരും ഞാനുമായിരുന്നു ആദ്യം ഇറങ്ങിയത്, ബാക്കി എല്ലാവരും മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുപോയി. അപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പം അവരൊരു സ്ഥലത്ത് ഒരു പാർപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു നായ ഉണ്ടായിരുന്നു, അത് ആ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ താഴെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ കാണാനില്ല. പിന്നെ പീക്കിലുള്ള കുറച്ച് പേരെ ഞാൻ കുറച്ച് നടന്ന് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മല കറങ്ങി അങ്ങനെ വരുമായിരുന്നു. ലെഫ്റ്റ് സൈഡ് കുറേ നേരം കറങ്ങിപ്പോയിട്ടും കണ്ടില്ല, താഴെ ആളില്ല മേലെ ആളില്ല. ചെറിയ ഡൗട്ടായി. പിന്നെ ഞാൻ കയറുമ്പോൾ കണ്ട കുറച്ച് അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി, അത് കറക്റ്റായിട്ടല്ല കാണിക്കുന്നത്. അത് ജസ്റ്റ് ലെഫ്റ്റ് കുറച്ച് പോയിട്ട് 3.8 kilometers കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റ് അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എവിടെ വന്നിട്ട് സെറ്റിൽഡായത്? എങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയാൽ സെറ്റിൽഡായത്? അവിടുന്ന് പിന്നെ മൂവ് ചെയ്തില്ലായിരുന്നോ? ഇല്ല, ഞാനൊരു 6:45 ആയപ്പോഴാണ് ആ ഒരു അരുവിയുടെ ഒരു ഏരിയ ആയിരുന്നു, ഒരു വലിയ പാറയുടെ ഏരിയ, സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. അവിടെ നിന്ന് 6:45 ശേഷം നമ്മൾ നടക്കുകയാണെങ്കിൽ അപകടമായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെ ഇരുട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കാമെന്ന് വെച്ചു. വെള്ളമുള്ള ഏരിയ ആണ്, വെള്ളം കുടിക്കാം. പിന്നെ മൃഗങ്ങൾക്ക് ആക്സസ് കുറഞ്ഞ ഏരിയ ആണ്, മീൻസ് വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, അവിടെ ഈ തിക്ക് ഫോറസ്റ്റ് ഒരു ഫോറസ്റ്റ് കവർ ഇല്ലായിരുന്നു അവിടെ?
കനോപ്പിയുള്ള അങ്ങനെ ഒരു സ്ഥലമായിരുന്നില്ല അതോ? രണ്ട് സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്, പക്ഷെ ഈ ഒരു പാറ അത്യാവശ്യം വലിയതായിരുന്നു. അപ്പോഴൊക്കെയാ ഈ ഇടവേളയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവോ? രാവിലെ കുറച്ചൊരു ഉച്ചയ്ക്ക് അങ്ങനെ റൊട്ടീനായിരുന്നു. 3 നേരം പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ പോവുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയും ഇൻ കേസ് അറിഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഓഫീസിൽ എൻ്റെ ലാസ്റ്റ് ലൊക്കേഷനൊക്കെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യായിരിക്കും. കാട്ടിലൊരു കാഴ്ച കാണാൻ ഇപ്പം നമ്മൾ രാത്രിയിൽ ഒരു ഒറ്റപ്പെട്ട കാട്, ഇത് ഡെൻസ് ഫോറസ്റ്റ് ആണ്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ മഞ്ഞുണ്ടാവും, ഒരുപാട് കാഴ്ച. എങ്ങനെയാണ് ആ ഒരു പാറപ്പുറത്ത് ഇരുന്നിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വിഷൻ എങ്ങനെയുണ്ട്? ശരിക്കും നമ്മൾ ഇവിടുത്തെ രാത്രി പോലെയല്ല, കാട്ടിൽ രാത്രി കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയ മീൻസ് മരങ്ങളുള്ള വലിയ കാടാണ്. ലെഫ്റ്റ് സൈഡും നല്ല കാടാണ്. റൈറ്റ് സൈഡ് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല, ചെറിയ കുറ്റിക്കാട് അങ്ങനെയൊക്കെയാണ്. എന്നാലും ഡെൻസാണ്, നടക്കാൻ പറ്റാത്ത ഏരിയയാണ്. കാട്ടിലൊരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആദ്യം ചീവീട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിറയെ മിന്നാമിനുങ്ങൾ വരും. സീസണിലാണോ എനിക്കറിയില്ല, നിറയെ വരും. പിന്നെ ഈ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരിക്കും, സ്റ്റാർസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, സിനിമാ കഥ പോലെ വളരെ അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ കഥയാണ് ശരണയുടേത്. സ്വാഭാവികമായും നമ്മളൊക്കെയാണ് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ പിന്നെ പേടിച്ചൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ ഇവിടെ വളരെ രസകരമായാണ് ആ അനുഭവത്തെ ശരണ്യ കാണുന്നത്. വീണ്ടും ഇനി യാത്രകൾ പോകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ശരണ്യ ഏതെങ്കിലും ഘട്ടത്തിൽ ആ കാട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ ഭയപ്പെട്ടിരുന്നോ? ടോം, കാട്ടിൽ അകപ്പെട്ടപ്പോൾ തീരെ ഭയം ഉണ്ടായിരുന്നില്ല എന്നാണ് ശരണ്യ തീർത്ത് പറയുന്നത്. കാരണം മുൻപും ഇതുപോലെ ചെറിയ ട്രക്കിങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ കാട്ടിൽ അകപ്പെട്ടു പോകുന്ന ഒരു സംഭവം ആദ്യമായാണ് ഉണ്ടായത്. ഭക്ഷണം കഴിക്കാതിരിക്കൽ അടക്കമുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചും വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം ഹോം സ്റ്റേയിൽ തങ്ങിയ ആളുടെ അടുത്തും ഒപ്പം സുഹൃത്തിനും മെസ്സേജ് അയച്ചിരുന്നു താൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്ന് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് അവർ ഉറപ്പായും എത്തും, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ തന്റെ അടുക്കിലേക്ക് എത്തും എന്നൊരു കൃത്യമായ ധാരണ ഈ ശരണ്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ഒരു പാറക്കെട്ടിൽ കയറി ഇരുന്നാണ് അവർ ആ സമയം ചെലവഴിക്കാനായി ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടെ മണിക്കൂറുകളോളം തങ്ങി നിൽക്കുകയായിരുന്നു. ആ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡ്രോണുകളോ മറ്റോ എത്തിയാൽ അതിന്റെ ഒരു ശബ്ദം ആകർഷിച്ച് അത് പുറത്തേക്ക് അല്ലെങ്കിൽ കൈയൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ പിന്നീട് നടക്കുന്ന പരിശോധനയിൽ അതിന്റെ ഒരു കൃത്യമായ സ്ഥാനത്ത് ഇവർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ വിശ്വസിച്ചത്. ഒപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ പറയാനായി മലമുകളിൽ കയറി നിന്ന് ഏറ്റവും ഉയർന്ന പീക്കിൽ കയറി നിന്ന് ബഹളം വെക്കുന്നു. അതായത് ഈ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത്തരം ഒരിക്കൽ ഈ ഒച്ച വെച്ചപ്പോൾ തിരിച്ച് ദൗത്യസംഘത്തിലെ ആളുകൾ ശബ്ദം വയ്ക്കുകയും പിന്നീട് വരെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു അതിജീവനം. കാരണം ഒരു വലിയ സംഘത്തോടൊപ്പം രണ്ടായി തിരിഞ്ഞ് 6 വീതമുള്ള 2 സംഘത്തോടൊപ്പം പോകുന്നു. ഇടയ്ക്ക് കൂട്ടത്തിൽ നിന്നും വഴിതെറ്റി പോകുന്നു. പിന്നീട് ഒരു സ്ഥലത്ത് പോകുന്നു. ഒരു അരുവിയോട് ചേർന്ന ഒരു പാറക്കെട്ടിൽ നിലയുറപ്പിച്ച് അവിടെ തന്നെ മനസാന്നിധ്യത്തോട് നിൽക്കുന്നു. ഒരുപക്ഷെ ആ പാറക്കെട്ടിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാവാം മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിഞ്ഞുവെന്നത്. ആ പാറപ്പുറത്തേക്ക് ഈ ആനശല്യം ഒന്നും അതിന്റെ മുകളിലേക്ക് കയറി വിടില്ല എന്നൊരു കണക്കൂട്ടിൽ അവർക്ക് കൃത്യമായി ഉണ്ടായിരുന്നു. എന്തായാലും ആ കണക്കൂട്ടിലും ഒരു ആപത്ത് വരുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന മനസ്സാന്നിധ്യവും അവരെ രക്ഷപ്പെടുത്തിയെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും വളരെ പക്വതയോടുകൂടി, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനെ കുറിച്ചൊന്നും വല്ലാതെ ആശങ്കകൾ ഇല്ലാതെ തന്നെ സംസാരിക്കുന്ന ആളെയാണ് നമുക്ക് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത്. ടോം. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതുപോലുള്ള യാത്രകൾക്ക് പോകുമ്പോൾ അല്പം കൂടി ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണം. കാരണം കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക നല്ലതാണ്. കാരണം ഒരു മാനസിക ഉല്ലാസത്തിന് ചില ഒറ്റപ്പെടലുകൾ മാറാൻ, അതല്ലെങ്കിൽ ജോലി സമ്മർദ്ദത്തെ ഒക്കെ അതിജീവിക്കാൻ വേണ്ടിയൊക്കെ ഇതുപോലുള്ള യാത്രകൾ നല്ലതാണ്. പക്ഷേ ശ്രദ്ധയും കരുതലും വേണമെന്ന് മറക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.